ഹലോ, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് എ ഡേ ഇൻ മൈ ലൈഫ് വിത്ത് ജാനകിക്കുട്ടി. ജാനകിക്കുട്ടിയെ കുളിപ്പിച്ച് ഒരുക്കി ഇറക്കിക്കുകയാണ് ടാറ്റ പോകാനായിട്ട്. ജാനകിക്കുട്ടി നമ്മളെവിടെ പോണേ? ടാറ്റ പോണാ? ആറ്റിങ്ങിൽ നിന്ന് തിരുവനന്തപുരം ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ്. യാത്രാമധ്യേ ഒരു ചെറിയ കരിക്ക് കുടിച്ചു. നല്ല കരിക്കായിരുന്നു. അതിനുശേഷം വണ്ടി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് പറപ്പിച്ച് വിട്ടു. ദേ ലുലു മാൾ കാണുവാണ്. ലുലു മാൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ജാനകിക്കുട്ടി കൊണ്ട് ലുലു മാൾ പോകാമെന്ന്. പക്ഷേ ഞങ്ങൾ പോകുന്നത് ലുലു മാളല്ല, ഞങ്ങളുടെ പഴയ ഒരു താവളത്തിലേക്കാണ്. പണ്ട് ലുലു മാൾ ഉള്ളപ്പോഴും ലുലു മാൾ വരുന്നതിന് മുമ്പൊക്കെ ഞങ്ങൾ ഒരുപാട് പോയിട്ടുള്ള സ്ഥലമാണ് മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ട്. അങ്ങനെ ജാനകിക്കുട്ടി കൊണ്ട് ഞങ്ങൾ ആദ്യമായിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ലുലു മാളിൽ വരുന്നതാണ്. ലുലു മാളിൽ പാർക്കിംഗ് ലക്ഷ്യമാക്കിയാണ് വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്തു. മാളുമാണ് കൊച്ചിനെ ഫുള്ളെടുത്ത് കൊണ്ടുപോകുന്നില്ല. ജാനകി പണ്ട് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ചായയിൽ വരുമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മാൾ ഓഫ് ഫ്രാങ്ക്ഫർട്ടിൽ വന്നു തുടങ്ങിയത്. ജാനകി നേരെ നടന്നു പോകുന്നത് പ്ലാസയിലാണ്. ജാനകി ഇതിനു മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ജാനകിയോടൊപ്പം ഇവിടെ വരുന്നത്. അങ്ങനെ വന്നു ഫസ്റ്റ് റൈഡിൽ കയറാനായിട്ട് ജാനകി തയ്യാറെടുക്കുകയാണ്. അങ്ങനെ ഏതിൽ കയറണമെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനം ഒരു ആനക്കുട്ടിയുടെ മുകളിൽ കയറി. ഒറ്റയ്ക്കിരിക്കാൻ പേടിയുള്ളതുകൊണ്ട് അമ്മ കൂടെ നിൽക്കുകയാണ്. ആദ്യം 1-2 റൗണ്ടൊക്കെ നല്ല പേടിയായിരുന്നു. അതിനുശേഷം ആനക്കുട്ടി നിന്ന് നേരെ ഒരു കുതിരപ്പുറത്ത് കയറി. കുതിരപ്പുറത്ത് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. 1-2 റൗണ്ട് കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഹാപ്പി ആവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം അതുപോലെ ഈ ലൈറ്റാണ് നോക്കുന്നത്. ലൈറ്റൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടു. പിന്നെ കുറച്ച് സെറ്റിലായപ്പോഴത്തേക്കും ഞങ്ങളെ നോക്കി ടാറ്റയൊക്കെ തന്നു. പിന്നെ അങ്ങ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. ആദ്യം കുറച്ചൊന്നും ഇങ്ങനെ പേടിച്ച് അരണ്ട്, പക്ഷേ ലൈറ്റിലാണ് ഇങ്ങനെ അട്രാക്റ്റായി ഇരിക്കുന്ന ആൾ. കണ്ട ഞങ്ങൾക്ക് ടാറ്റയൊക്കെ തന്നു. ജാനകിക്കുട്ടി ഒരു 3-4 റൗണ്ട് കുതിരപ്പുറത്തുനിന്ന് കുതിര സവാരി ചെയ്തു. ശേഷം അടുത്തൊരു കുതിരയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും ഒറ്റയ്ക്ക് ഇതിലിരുന്ന് കറങ്ങിയതാണ്. ഇത്തവണ വീഴുമെന്നൊന്ന് പേടിച്ചിട്ട് മാൾ ഒരു കൈ കൊണ്ടൊരു ചെറിയ സപ്പോർട്ട് ജാനകി കൊടുത്തിട്ടുണ്ട്. ജാനകിക്കുട്ടി അങ്ങനെ റൈഡൊക്കെ കയറി അതെല്ലാം എൻജോയ് ചെയ്തു. ഈ റൈഡിൽ ഒരുപാട് ഓട്ടം ചുറ്റി. ഒന്ന് കംഫർട്ടബിൾ ആയപ്പോഴത്തേക്കും ഹായും ബൈയും ടാറ്റയും ചിരിയും കളിയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം കുറച്ചൊന്ന് പേടിച്ച് എന്ത് സംഭവം ഇത് എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ അതിൽ കയറി ഒരു 5-6 റൗണ്ട് അടിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്ത്. പിന്നെ അവിടുത്തെ ഒറ്റൊരു ഓട്ടമായിരുന്നു. പിന്നെ ഇതിൽ ഏത് കയറണം എന്ന് വിചാരിച്ചുള്ളൊരു ഓട്ടമാണ്. അവൾക്ക് കളിക്കാൻ പറ്റിയത് വളരെ കുറച്ച് റൈഡേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മവും ആളും ഒക്കെ ജാനകിയുടെ പിറകെ ഓടിത്തളർന്നു. അവിടെ നേരെ പൊക്കിയെടുത്ത് ഒരു ജീപ്പിലാണ് ജാനകിക്കുട്ടിയെ കൂട്ടിയിരുത്തിയത്. ജീപ്പ് ഓടിക്കാൻ പോകുന്നു ജാനകിക്കുട്ടി. ജാനകിക്കുട്ടിയുടെ മേമയാണ് ഇൻസ്ട്രക്ടർ. അങ്ങനെ ജാനകിക്കുട്ടി ജീപ്പ് ഓടിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്നിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് പോസ് ചെയ്ത് തരും. അതിനിടയ്ക്ക് സ്റ്റിയറിംഗ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നുണ്ട്. പിന്നെ സ്ക്രീനിൽ നോക്കിയിട്ട് സ്ക്രീനിൽ ആ സാധനം പിടിച്ചെടുക്കാനൊക്കെ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ കുറച്ച് വീണ്ടും സ്റ്റിയറിങ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങ് പോയി. കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റൈറ്റ് ലെഫ്റ്റ് തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ചാടി ഇറങ്ങി ഓടിയ ജാനകിക്കുട്ടിയെ അമ്മ പിടിച്ചുകൊണ്ട് വരുന്ന കാഴ്ചയാണ്. അവിടെ ഒന്നിലും കയറാൻ സമ്മതിക്കാത്തതുകൊണ്ട് അമ്മൂൻ്റെ മുടി പിടിച്ച് വലിച്ച് വീണ്ടും അമ്മൂൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് പ്ലാസയിലേക്കാണ്. ഏത് റൈഡിൽ കയറണം എന്നറിയാനായിട്ട് ഞാനിങ്ങനെ തടഞ്ഞ് നിർത്തുവാണ്. ഞാൻ ബ്ലോക്ക് ചെയ്ത് നിർത്തുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പിണങ്ങി വഴി തിരിച്ച് ഓടുന്നതാണ്. അതിനൊടുവിൽ പ്ലാസിൽ നിന്ന് പൊക്കിയെടുത്ത് ആസാദിൽ പോയി ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ്. അതിനിടയ്ക്ക് ജാനകിക്കുട്ടി ഓടിക്കളഞ്ഞു. ഓടി നേരെ പോയത് ഇങ്ങോട്ടാണ്. അതിൽ കയറി പോകാനായിട്ട് ശ്രമം നടത്തി. പക്ഷേ അമ്മ ഒരു കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തൂക്കിയെടുത്ത് ഇവിടെ നിർത്തിക്കുകയാണ്. ചെറിയ വാശി, ചെറിയ കരച്ചിലൊക്കെ ഉണ്ട് അതിൽ കയറാനായിട്ട്. അങ്ങനെ ഒടുവിൽ അമ്മൂൻ്റെ കൈ പിടിച്ച് കയറുവാണ്. കയറിയതേ പോകുന്നു. ഞാനൊന്ന് പേടിച്ച് ആ കയറിയ സമയത്ത് ഞാൻ അമ്മൂന്ന് ഉറക്കെ വിളിച്ച്. അങ്ങനെ
തിരിച്ച് വന്നപ്പോഴത്തേക്ക് അമ്മ എടുത്തുകൊണ്ട് ഇങ്ങ് വന്നു. നേരെ അവിടെ നിന്ന് ആസാദിൽ പോയിട്ട് ബിരിയാണി കഴിക്കാം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ. അങ്ങനെ ജാനകിയും കൊണ്ട് മാൾ ഓഫ് ട്രാങ്കൂറിലെ ആസാദ് സ്റ്റാറിലേക്ക്. ജാനകി ഹൈ ചെയർക്ക് കിട്ടി ആസാദിൽ. ജാനകി ഒരു ബുക്കൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ നേരം മെനുവിൽ എന്തൊക്കെ ഡിഷ് നമുക്ക് ഓർഡർ ചെയ്യാം. ബിരിയാണിയാണ് ഞാൻ ഫിക്സ് ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തത് നെയ്ച്ചോറും തേങ്ങാപ്പാൽ ചിക്കനും ബട്ടർ ചിക്കനും നാനുമാണ്. ബിരിയാണി ഇടയ്ക്ക് കഴിക്കുന്നില്ലെന്ന് വിചാരിച്ച് ഒരു വെറൈറ്റിക്കാണ് നെയ്ച്ചോറ് പറഞ്ഞത്. അതാകുമ്പോൾ ജാനകിക്കും കുറച്ച് കഴിക്കാമല്ലോ. വലിയ എരിവില്ല, സ്പൈസി അല്ലാത്തതുകൊണ്ട് ജാനകിക്കും നെയ്ച്ചോറ് ഓക്കെ ആയിരുന്നു. തിരിച്ചിറങ്ങി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്കുള്ള യാത്രയിലാണ്. ജാനകി കിക്കി കിക്കി സൗണ്ടൊക്കെ ഉണ്ടാക്കി നടന്നു വരുവാണ്. ഒരു വിധത്തിൽ അവിടെ നിന്ന് കാറിൽ കയറില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ തൂക്കിയെടുത്ത് ഞങ്ങൾ കാറിൽ കയറ്റി മാൾ ഓഫ് ട്രാങ്കൂറിനോട് ടാറ്റ ബൈ ബൈ ഓക്കെ സി യു പറഞ്ഞ് നേരെ ഇനി പോകുന്നത് നെയ്യാറ്റിൻകരയിൽ എൻ്റെ ഫ്രണ്ട് ശിവഗണേഷിൻ്റെ വീട്ടിലേക്കാണ്. ഇതേ മാൾ ഓഫ് ട്രാങ്കൂറിൻ്റെ എക്സിറ്റിൽ കൂടെ ഒരു ബൈ ബൈ സി യു ഒക്കെ പറഞ്ഞ് മാളു തന്നെയാണ് വണ്ടി ഓട്ടിക്കുന്നത്. ജാനിക്കുട്ടി അമ്മുവാണ് ബാക്കിലിരിക്കുന്നത്. അങ്ങനെ ബൈപ്പാസിലൂടെ ഞങ്ങൾ നെയ്യാറ്റിൻകരയിൽ പോവാണ്. ബാലരാമപുരം വഴി പോവുകയാണെങ്കിൽ നല്ല ബ്ലോക്കായിരിക്കും. ബൈപ്പാസിലൂടെ പോവുകയാണെങ്കിൽ കുറച്ച് നേരത്തെ എത്തുമെന്ന് കരുതിയിട്ടാണ് ബൈപ്പാസ് പിടിച്ചത്. ഇത് നമ്മുടെ NH-66 വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം ആളൊരു 6:60 തന്നെയാണ് പറപ്പിച്ചത്. അങ്ങനെ ഞങ്ങൾ അരമണിക്കൂറിനകത്ത് നെയ്യാറ്റിൻകര എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തി. എൻ്റെ കൂടെ BPT പഠിച്ചതാണ് ശിവഗണേഷ്. ശിവഗണേഷിൻ്റെ മകനാണ്. ശിവു എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ ശിവുവും ജാനകിയും കുറച്ച് നേരം അവിടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിച്ചു. ഒരുമിച്ചൊരു ബൈക്കിലൊക്കെ കയറി ഒരു ചെറിയ റൈഡൊക്കെ പോയി. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് ശിവനെ കാണുന്നത്. ശിവനിപ്പം 2 വയസ്സുണ്ട്. പിന്നെ ഒരു സെൽഫിയൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ ആറ്റിങ്ങിലേക്ക് തിരിച്ചും മാളു തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. സമയം ഏകദേശം ഒരു 6-6:30 ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ലുലു മാളിൻ്റെ ടാറ്റ ബൈ ബൈ ഓക്കെ സി യു പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ സി യു സൂൺ. അരുൺ ഫിസിയോ.